അപ്പോൾ നമുക്ക് മയ്യനാട് പൗത്രനെ സ്വാഗതം ചെയ്യാം. നമസ്കാരം. നമസ്കാരം. മയ്യനാട് പൗത്രൻ എന്ന ഒരു കലാകാരനാണ് ഇന്നെന്റെ അരികിൽ ഉള്ളത്. അതിന്റെ വിശേഷങ്ങൾ കുഴപ്പമില്ല, ഇങ്ങനെ പോകുന്നു. തട്ടിമുട്ടി എന്ന് പോകുന്നു പറയുമ്പോൾ അതിനകത്ത് എന്തോ ഒരു കാര്യമുണ്ട്. ഉണ്ട്. എന്താണ് കാരണം ഈ മഴ ഒരുപാട് നാളുകൊണ്ട് പെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഈ ജോലികൾ ഇച്ചിരി കുറവാണ്. മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആരും പണിക്ക് നിർത്തത്തില്ലല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഈ പ്രോഗ്രാമൊക്കെ തുടങ്ങി വരുന്നതേ ഉള്ളൂ. അതിൻ്റേതായ ഒരു കുഴപ്പമുണ്ട്. അപ്പോൾ ഈ പ്രോഗ്രാം ഇല്ലാത്ത സമയത്ത് പൗത്രൻ എന്താണ് ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? പ്രോഗ്രാം ഇല്ലാത്തപ്പം പെയിൻറ്റിങ്ങും സൈൻ ബോർഡ് റൈറ്റിങ്ങും ഒക്കെ ആയിട്ടാണ് പോകുന്നു. ആകപ്പാടെ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പൗത്രൻ ഒരു പ്രമുഖ വ്യക്തി തന്നെയാണ്. ജനങ്ങൾ പരിചയപ്പെടേണ്ട ഒരാൾ തന്നെയാണ്. കല എന്ന് പറയുന്ന ആ ഒരു സംഗീതവും ബാക്കിയുള്ള മനുഷ്യരെ ചിരിപ്പിച്ചുകൊണ്ടും അതേപോലെ തന്നെ മികച്ച അഭിനയങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടും താങ്കൾ ഈ പോകുന്ന സമയത്തും ഇതിനിടയ്ക്ക് ഇത്തരം ജോലികൾ കൂടെ ചെയ്തു കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം പ്രശംസ അറിയിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും തീർച്ചയായിട്ടും പ്രേക്ഷകർ പൗത്രനെ സ്വീകരിക്കാതിരിക്കില്ല. ആദ്യ കാലഘട്ടത്തിൽ മിമിക്സ് എന്ന് പറയുമ്പോൾ ഒരു വ്യത്യസ്തമായ രീതിയിലൂടെയാണ് ഓരോരോ ജീവികളുടെയും പക്ഷിമൃഗാദികളുടെയൊക്കെ ശബ്ദാനുകരണത്തിലൂടെയാണ് ഈ മിമിക്സ് എന്ന് കടന്നു വരുന്നത്. ഈ കാലഘട്ടത്തിൽ അത്തരത്തിലുള്ള മിമിക്സിന് ജനങ്ങൾ അതിനുള്ള പ്രചോദനം നൽകുന്നുണ്ട്. ഞാൻ ഈ മിമിക്സ് രംഗത്ത് വരുമ്പോൾ ചില ശബ്ദങ്ങൾ അനുകരിക്കാറുണ്ടായിരുന്നു. അതിൽ ഞാൻ കൂടുതൽ അനുകരിച്ചിട്ടുള്ളത് നമ്മുടെ കഥാപ്രസംഗത്തിൻ്റെ ഇതിഹാസ നായകൻ പ്രൊഫസർ വി സാംബശിവൻ സാറിൻ്റെ ശബ്ദമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കഥകളും ഈരടികളും ഒക്കെ എന്നെപ്പോലെ തന്നെ നമ്മുടെ നാട്ടുകാർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശബ്ദം ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. അപ്സരസാണന്റെ ദഷ്ടമൺ അഭിമന്യ കലാസ്നിക്കല്ലേ, അമ്മമാരെ പെങ്ങന്മാരെ ഉറങ്ങുന്നുണ്ടല്ലേ, അമ്മമാരും പെങ്ങന്മാരും ഒക്കെ. പ്രിയമുള്ളവരെ, ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കുന്ന കഥ ഒഥല്ലോ. ഈ ഒഥല്ലോ എന്ന് പറയുമ്പോൾ മുമ്പേ ഇരിക്കുന്ന അമ്മമാരും പെങ്ങന്മാരും ഒക്കെ ചോദിക്കും, എന്തുവാ മക്കളെ ഒതള? സഹോദരിമാരെ, അമ്മമാരെ, ഒതളയല്ല, ഒഥല്ലോ. ഇതിലെ കഥാനായികയുടെ പേര് ഡെസ്റ്റിമോൺ. ആ ഡെസ്റ്റിമോണെ പറ്റി മഹാകവി ഒറ്റ വാക്കി പറഞ്ഞിട്ടുണ്ട്, അപ്സരസ്. ഇവിടെയുണ്ട് ചില അപ്സരസ്മാർ, ഞങ്ങളുടെ നാട്ടിലുണ്ട് ചില അപ്സരസ്മാർ. അപ്സരസാണെൻ്റെ ഡസ്റ്റമൺ, അപ്സരസാണെൻ്റെ ഡസ്റ്റമൺ, അവൾ ആടിടും പാടിടും സുഹൃത്ത് സമ്മേളനങ്ങളിൽ. പ്രിയമുള്ളവരെ, ഒരു വീട്ടിലിൻ്റെ 4 വളർത്തുമൃഗങ്ങൾ. ഇവർ 4 പേരും അവരുടേതായ രക്ഷിതാക്കളെ അങ്ങനെ തന്നെയാണ് വിളിക്കുന്നത്. അപ്പോൾ ആദ്യമേ ഇവരെല്ലാം ഒരു വിവാഹ ചടങ്ങിനോ പോയി വരാൻ താമസിച്ചു. ഇവർക്ക് വിശപ്പായി. അപ്പോൾ അവരോരോരുത്തർ വിളിക്കാൻ തുടങ്ങി അവരവരുടേതായ രക്ഷിതാക്കളെ. ആദ്യം വിളിച്ചത് പൂച്ചയായിരുന്നു. ബേബിയെ കിട്ടിയില്ല. അടുത്ത ആള് വിളിച്ചു, ശ്യാമളയും അവിടെ വന്നില്ല. പട്ടി വളർത്തുന്ന അവിടുത്തെ ഏറ്റവും ഇളയ ചെറുക്കനായിരുന്നു ബാബു. ബാബുവിനെ കാണാത്തതുകൊണ്ട് പട്ടി അടങ്ങി കിടക്കൂ. പട്ടിയും വിളിച്ചു, പട്ടിയും വിളി നിർത്തി. ഇതെല്ലാം കേട്ടുകൊണ്ട് കിടന്നു. ആ വയലിൽ കിടക്കുന്ന എരുമയെ വളർത്തുന്നത് അവിടുത്തെ മൂത്തണ്ണനായിരുന്നു. എല്ലാവരും വിളിക്കുന്ന കേട്ട് ആ എരുമയും അദ്ദേഹത്തിന് അണ്ണാന്ന് തന്നെ വിളിച്ചത്. അണ്ണാ, അണ്ണാ. മയ്യനാട്
പൗത്രൻ്റെ ആ കലയെ അദ്ദേഹം കൈവിടാതെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ചിരിച്ചും ചിരിപ്പിച്ചും കരഞ്ഞും കരയിപ്പിച്ചും കൊടുത്ത വേഷങ്ങളെല്ലാം നൂറുമേനി വിളയിപ്പിച്ച് നാടൻ പാട്ടെന്ന് പറഞ്ഞ ആ മഹാകല അന്ന് ജനങ്ങളിലേക്ക് എത്തിച്ച നമ്മുടെ കലാഭവൻ മണി അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ ഒരുപടി പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് ജീവിത പ്രതിസന്ധിയിലും പെയിൻറ്റിങ് ജോലി ചെയ്തുകൊണ്ടും അതിനോടൊപ്പം തന്നെ തൻ്റെ സ്വതസിദ്ധമായ ഗാനങ്ങളിലൂടെയും എൻ്റെ ഈ തുടക്കം എന്ന് പറയുന്നത് അന്നത്തെ ആകാശവാണി റേഡിയോ വാർത്ത വായിക്കുന്ന ആളെ പത്രം വായിച്ചിറങ്ങിയിരിക്കും. ഈ ഭാഗവത പാരായണക്കാരൻ പത്രം വായിച്ചിറങ്ങിയിരിക്കും. അതുപോലെ ഭാഗവത പാരായണക്കാരൻ വാർത്ത വായിച്ചിറങ്ങിയിരിക്കും. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇത് കേൾക്കുമ്പം കൂടിയിരിക്കുന്നവർ ചിരിക്കുമായിരുന്നു. പിന്നെ പ്രകൃതിയിലെ ചില ശബ്ദങ്ങൾ, ജീവജാലങ്ങളുടെ ശബ്ദങ്ങൾ, അങ്ങനെയൊക്കെ ചെയ്തായിരുന്നു വന്നത്. അങ്ങനെ യാദൃശികമായിട്ടാണ് ഒരു ക്ലബിൽ ഒരു 28ാം ഓണാഘോഷത്തിൽ ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് ഈ പരിപാടി തുടങ്ങുന്നത്. അങ്ങനെ വന്നാണ് ഞങ്ങളൊരു കലാസംഘം എന്ന് പറയുന്നൊരു സമിതി ഞാനും എൻ്റെ സുഹൃത്ത് റാഫിയും വിളിച്ചത് തുടങ്ങിയത്. മിന്നുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണ് തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാവില്ലേ, കൂട്ടിനു ഞാനും വന്നോട്ടെ, മിന്നാമിനുങ്ങേ. കുട്ടികളുടെ ശബ്ദം. സാധാരണക്കാരനായ കലാഭവൻ മണി ചേട്ടനെ അറിയാത്തവരാരുമില്ല. അദ്ദേഹം ഒരു മുച്ചക്ര വാഹനം ഓടിച്ച് ജീവിച്ചു വന്നിരുന്ന ഒരു സ്നേഹനിധിയായ മനുഷ്യനായിരുന്നു. അദ്ദേഹമാണ് നാടൻ പാട്ട് എന്ന സംഗീതം ഈ കേരളക്കരയ്ക്ക് സമ്മാനിച്ചത്. എന്തായാലും മൈരാട് പൗത്രനെ കണ്ടതിലും ഞങ്ങളോടൊപ്പം സഹകരിച്ചതിലും വളരെ സന്തോഷം. ഒരു ചെറിയ സമ്മാനമുണ്ട്, അത് വളരെ സന്തോഷത്തോടെ സ്വീകരിക്കണമെന്ന് അറിയിക്കുന്നു. തീർച്ചയായിട്ടും.